ഹായ് ഗൈസ്, നമുക്കിന്ന് PCOD കുറിച്ച് സംസാരിക്കാം. ഐ എം ഡോക്ടർ ഷെറിൽ. സോ PCOD അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ പലരും ഒത്തിരി കേട്ടിട്ടുള്ള ഒരു വിഷയമായിരിക്കാം. കൂടുതലും നമ്മളത് ഇൻഫെർട്ടിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ആളുകളിൽ കണ്ടുപിടിക്കുന്ന ഒരു അസുഖമായിട്ടായിരിക്കാം കേട്ടിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി അത് സത്യമല്ല. ഈ PCOD എന്ന് പറയുന്ന കണ്ടീഷൻ ഒരു 12-13 വയസ്സ് തൊട്ടേ തുടങ്ങുന്ന ഒരു കണ്ടീഷനാണ്. നമ്മളത് നേരത്തെ അറിയേണ്ടതും അത് നേരത്തെ ചികിത്സിക്കേണ്ടതും ഇൻഫെർട്ടിലിറ്റിക്ക് മാത്രമല്ല, വേറെ പല കാര്യങ്ങൾ കാരണവും നമ്മളത് ചെയ്യേണ്ടതാണ്. സോ ഈ PCOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോർമോണൽ ഇഷ്യൂ ആണ്. ഈ ഹോർമോണൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓവറീസ്, അതായത് എഗ്ഗ് ഉണ്ടാകുന്ന ഒരു ഓർഗൻ ഉണ്ട്. സോ ഈ എഗ്ഗ് ഉണ്ടാകുന്ന ഓർഗനായ ഓവറിയും നമ്മുടെ ബ്രെയിനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സോ ഈ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു താളം തെറ്റൽ കാരണം ഉണ്ടാകുന്ന അസുഖമാണ്. സോ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബ്രെയിൻ സിഗ്നൽസ് തന്നാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഓവറി ഫങ്ഷൻ ചെയ്യുന്നതും ഈ ഓവറിയിൽ നിന്ന് എഗ്ഗ് റിലീസ് ചെയ്യുന്നതും. ഓവറി ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹോർമോൺസ് ഉണ്ടാകുന്ന ഒരു ഏരിയയുമാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺസ്. സോ പെണ്ണുങ്ങളിൽ കൂടുതലും ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആണ് കാണുന്നത്. ആണുങ്ങളുടെ ഹോർമോൺസ് ആണ് ടെസ്റ്റോസ്റ്റെറോൺ. പക്ഷേ ഇങ്ങനെ ഈ ബ്രെയിനും ഓവറിയും തമ്മിലുള്ള മിസ്കമ്മ്യൂണിക്കേഷൻ കാരണം നമുക്ക് ഓവുലേഷൻ ഉണ്ടാകാതിരിക്കും. അതായത് ഓവുലേഷൻ എന്ന് പറയുന്നത് എഗ്ഗ് റിലീസ് ചെയ്യും മന്ത്ലി. എല്ലാ മാസവും നമുക്ക് ഒരു എഗ്ഗ്, അതായത് കുറച്ച് എഗ്സ് നമ്മുടെ മെച്യൂർ ആകും. പക്ഷേ അതിനകത്ത് ഏറ്റവും മെച്യൂറായ ഒരു എഗ്ഗാണ് റിലീസ് ചെയ്യുന്നത്. ആ റിലീസ് ചെയ്യുന്ന എഗ്ഗാണ് പിന്നെ നമുക്ക് ഫെർട്ടിലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ബേബി ആവുന്നതും. സോ ഈ എഗ്ഗ് റിലീസ് ചെയ്യാതിരിക്കുകയും അത് കാരണം ഉണ്ടാകുന്ന ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറവും ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കൂടുതലുമാണ് ബേസിക്കലി ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുന്നത്. PCOD എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട് PCODയെ കുറിച്ച്. പക്ഷെ മെയിനായിട്ട് നമുക്ക് ഒരു സാധാരണ ഒരാൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ ബേസിക്കലി ഈ PCODയിൽ ഉണ്ടാവുന്ന സിംറ്റംസ്, അതായത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് PCOD ആണോ എനിക്കെന്ന് സംശയിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. സോ ഫസ്റ്റ് നമുക്കൊരു പേഷ്യൻ്റ് ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് PCOD ഉണ്ടോ എന്ന് സംശയം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുമുണ്ട്. സോ കാഴ്ചയിൽ തന്നെ തോന്നുന്നു. സോ ഫസ്റ്റ് ഈ PCODയിൽ ഉണ്ടാകുന്നത് നമുക്ക് പീരിയഡ്സ് മാസം തോറും 28-35 ദിവസം ഗ്യാപ്പിൽ നമുക്ക് പീരിയഡ്സ് വരണം. സോ ഈ പീരിയഡ്സ് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഭയങ്കര ഡിലേഡ് ആയിട്ട് വരികയോ, അങ്ങനെ ഡിലേഡ് ആയിട്ട് വരുമ്പോൾ കുറേ ദിവസം ബ്ലീഡിങ് നിൽക്കുകയോ ചെയ്യുന്നത് നോർമൽ അല്ല. 28-35 ഡേ ഗ്യാപ്പിലാണ് കറക്റ്റായിട്ട് പീരിയഡ്സ് വരേണ്ടത്. 2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാം. സോ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പീരിയഡ്സ്. ഇതിനകത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണമാണ് കൂടുതലും PCOD ഉണ്ടാകുന്നത്. സോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയാൽ ഈ പറയുന്ന പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി കുറഞ്ഞും കൂടിയൊക്കെ നിൽക്കാം PCOD ഉള്ളവരിൽ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സിംറ്റം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ടെസ്റ്റോസ്റ്റെറോൺ കൂടുതലെന്ന് പറഞ്ഞില്ലേ, ആൻഡ്രോജൻ എന്ന് പറയും. ഇത് കൂടുതലുണ്ടാകുന്നത് കാരണമുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നിന്ന് മുടി പൊഴിഞ്ഞു പോകും, അതായത് ഹെയർ ലോസ് ഉണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുഖത്ത് പിമ്പിൾസ്, എസ്പെഷ്യലി നമ്മുടെ ഈ ചിന്നിൻ്റെ ഏരിയയിൽ വലിയ വലിയ സിസ്റ്റിക് ആക്നി എന്ന് പറയും, വലിയ പിമ്പിൾസ് വരികയും അത് പിമ്പിൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ അടുത്ത പിമ്പിൾ വന്ന് അങ്ങനെ മാർക്സ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഉള്ളൊരു കാര്യമാണ് ഹെയർ ഗ്രോത്ത്. പുരുഷന്മാരെ പോലെ നമുക്ക് പെണ്ണുങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴും അത് നോർമലല്ല. അതായത് പുരുഷന്മാരെ പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന മീശ, താടി, അതേപോലെ ഈ ഏരിയയിൽ ഒക്കെ വളരെ തിക്കായിട്ടുള്ള ഹെയർ വരുന്നതും, ചെസ്റ്റ്, നമുക്ക് പൊതുവെ പെണ്ണുങ്ങൾക്ക് ചെസ്റ്റിൽ ഹെയർ ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും, അവിടെ നല്ല രീതിയിലുള്ള ഹെയർ വരുന്നതും, അതേപോലെ ബാക്കിൽ, നടുവിൻ്റെ ബാക്കിലായിട്ട് ഹെയർ വരുന്നതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അതേപോലെ തന്നെ ടെസ്റ്റോസ്റ്റെറോൺ കൂടുമ്പം നമുക്ക് പെണ്ണുങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ കൂടുമ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. നേരത്തെ ഞാൻ പറഞ്ഞ കണ്ടീഷൻ എക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, അതായത് കഴുത്ത്, നമ്മുടെ മുട്ടുകളിൽ, അതേപോലെ ഇടുക്ക് ഏരിയകളിലൊക്കെ കറുപ്പ്. ഫസ്റ്റ് PCODയിൽ ഇത് വരുന്നത് നമ്മുടെ ചുണ്ടിൻ്റെ ചുറ്റുമാണ്. ചുണ്ടിൻ്റെ ചുറ്റും വളരെ കറുപ്പായിട്ടുള്ളൊരു പാച്ച് വരികയും മൂക്കിൻ്റെ സൈഡിൽ പാച്ച് വരികയൊക്കെ ചെയ്യും. അതിനുശേഷം കഴുത്തിലും പ്രൈവറ്റ് പാർട്സിലൊക്കെ വരും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം PCOD കൊണ്ട് മാത്രമല്ല വരുന്നത്, പക്ഷെ PCODയുടെ ലക്ഷണങ്ങളും കൂടിയാണ്. സോ നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ സിംറ്റമാണ്, മൂന്നാമത്തെ ഒരു കാര്യമാണ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ എടുക്കും, സംശയം തോന്നി സ്കാൻ എടുക്കുമ്പോൾ നമ്മുടെ ഓവറീസിൽ ഇങ്ങനെ ഒരു മുത്തുമാല പോലെ സിസ്റ്റുകൾ കാണാൻ പറ്റും. സോ ഈ 3 കാര്യങ്ങൾ, അതായത് പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി, പിന്നെ ഈ ടെസ്റ്റോസ്റ്റെറോൺ കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ലക്ഷണങ്ങളും,
ഈ സ്കാനിൽ കാണുന്നതും. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും രണ്ടുണ്ടെങ്കിൽ നമുക്ക് PCOD ഉണ്ട് എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. സോ ഈ PCOD എന്ന് പറയുന്ന അസുഖം നമ്മൾ ആക്ച്വലി അങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കറക്റ്റ് ഒരു ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാലും എളുപ്പത്തിൽ തന്നെ മാറിക്കിട്ടുന്ന ഒരു അസുഖമാണ്. നമുക്ക് പ്രഗ്നൻസിയും വളരെ എളുപ്പം സാധിക്കുന്ന ഒരു വിഷയവുമാണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പോയി കാണുക, ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക. നമുക്ക് PCOD ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണം. അതിനായിട്ട് നമ്മൾ സ്കാൻ എടുക്കുമായിരിക്കാം. പിന്നെ അതേപോലെ നമ്മൾ ബ്ലഡ് ചെയ്യണം, ഹോർമോൺ പാനൽ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ തൈറോയിഡ്, ഷുഗർ, കൊളസ്ട്രോൾ ഇതെല്ലാം ചെക്ക് ചെയ്യണം. കാരണം PCOD ഉള്ള പലരിലും ഈ കണ്ടീഷൻസൊക്കെ കൂടെ കാണാറുണ്ട്. സോ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഫസ്റ്റ് ഒരു ഡോക്ടർ എന്തായാലും നോക്കുന്നത് നമ്മുടെ വെയിറ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്കും അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആളുകൾക്കും PCOD കാണാറുണ്ട്. പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ വണ്ണമുള്ളവരെ കാണുമ്പോഴാണ് PCOD ഉണ്ടോ എന്നുള്ള സംശയം തോന്നുന്നത്. അത് ഇറ്റ് ഈസ് നോർമൽ ടു തിങ്ക് ലൈക്ക് ദാറ്റ്. പക്ഷേ രണ്ട് തരത്തിലുള്ള ആളുകളിലും നമ്മൾ PCOD കാണാറുണ്ട്. വണ്ണം കൂടുതലുള്ള ആളുകളിൽ PCOD ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ, കൂടുതൽ ഫാറ്റ് ഉള്ളപ്പോൾ അതിനകത്തുനിന്ന് ഈസ്ട്രജൻ ഉണ്ടാകും. ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ടായി നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂഷൻ അടുപ്പിച്ചിട്ട് ബ്രെയിൻ ഈ ഓവുലേഷൻ ട്രിഗർ ചെയ്യാതിരിക്കുന്നതാണ് ഈ വണ്ണമുള്ളവരിലൊരു റീസൺ. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ഒരു 8-10 കിലോ കുറച്ച്, അതൊരു 10% നമ്മുടെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ PCODയുടെ സിംറ്റംസ് എല്ലാം കുറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ്. അതേസമയം വെയിറ്റ് കുറവുള്ളവർ വീണ്ടും വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ബിക്കോസ് നിങ്ങളുടെ PCODയുടെ കാരണം വെയിറ്റ് അല്ല. സോ കുറച്ചതുകൊണ്ട് ഒരു ബെനിഫിറ്റും ഉണ്ടാകത്തില്ല. സോ നൗ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം. ഫസ്റ്റ് വെയിറ്റ് ലോസ്. അതിന് നമുക്ക് ഡയറ്റ് നോക്കാം. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി കൺസ്യൂം ചെയ്യണം. അതേപോലെ തന്നെ സീഡ്സ്, ഈ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, അതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നട്ട്സ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത്രയും നട്ട്സ് നമുക്കൊരു ദിവസം കഴിക്കാം. പിന്നെ നമ്മൾ ഹോൾ ഗ്രെയിൻസ്, അതായത് പയറുവർഗ്ഗങ്ങൾ യൂസ് ചെയ്യാം. റൈസ് യൂസ് ചെയ്യരുതെന്നല്ല, പക്ഷേ റൈസ് ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ഉച്ചയ്ക്ക് റൈസ് എടുക്കുമ്പോൾ പ്ലേറ്റിൻ്റെ ഒരു 25% മാത്രമേ റൈസ് ഉണ്ടാകാൻ പാടുള്ളൂ. ബാക്കി വെജിറ്റബിൾസും പ്രോട്ടീനും ഒക്കെ ആയിരിക്കണം. ഫിഷ് വളരെ നല്ലതാണ്, അതുപോലെ ചിക്കൻ വളരെ നല്ലതാണ്. കറി വെച്ച് കഴിച്ചാൽ ഫ്രൈഡ് ആയിട്ടുള്ളത് കഴിക്കാതിരിക്കുക. ഇത്രയും നമ്മൾ ഡയറ്റിൽ നോക്കിയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയണം. നമ്മൾ ഷുഗർ, അതായത് റിഫൈൻഡ് ഷുഗർ, ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഫുഡ്സ്, മൈദ, ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് PCODയെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും, PCODയുടെ സിംറ്റംസിന് ഹെൽപ്പ് ചെയ്യും. ഷുഗർ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും PCODയുടെ സിംറ്റംസ് കൂടും. അതേപോലെ തന്നെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാലും PCODയുടെ സിംറ്റംസ് കൂടിക്കൊണ്ടേയിരിക്കും. ദ നെക്സ്റ്റ് തിങ് ഇസ് എക്സസൈസ്. വെയിറ്റ് കൂടുതലാണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു മോഡറേറ്റ് രീതിയിൽ ആഴ്ചയിൽ ഒരു 5 ദിവസം ഹാഫ് ആൻ അവർ എക്സസൈസ് എടുക്കുന്നതും PCODയുടെ ട്രീറ്റ്മെൻറ്റിന് വളരെ നല്ലതാണ്. ദ നെക്സ്റ്റ് തിങ് ഇസ് നമ്മുടെ സ്ലീപ്പ്. 6 to 7 hours നമ്മൾ സ്ലീപ്പ് വേണം. അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കൂടും, അഗൈൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, PCODയുടെ ഇഷ്യൂസും കൂടും. സോ അതുകൊണ്ട് സ്ലീപ്പും അതേപോലൊരു നല്ല മെൻ്റൽ പീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് മെഡിക്കേഷൻസിലേക്ക് കടക്കുമ്പോൾ മെഡിക്കേഷൻസ് അവൈലബിൾ ആണ്. നമ്മൾ കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് പ്രഗ്നൻസി തടയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിൽസ്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമുക്കൊരു നോർമൽ ഒരു പീരിയഡ്സ് ഉണ്ടാക്കും. റെഗുലറായിട്ടൊരു പീരിയഡ്സ് വരാനായിട്ട് ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രഗ്നൻസി വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നവരിലും നമുക്ക് ഈ PCOD ട്രീറ്റ് ചെയ്യാനായിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് PCOD ഉള്ളവരിൽ യൂട്രസിൻ്റെ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവുലേഷൻ നടക്കാതെ വരുമ്പോൾ നമ്മുടെ ഈ യൂട്രസിൻ്റെ ലൈനിങ് അങ്ങനെ ഉണ്ടായി അവിടെ ഇരുന്നത് പോകാതെ വരുമ്പോൾ തിക്കായിട്ടാണ് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുന്നത്. സോ ഈ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ പിൽസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു സൈക്കിൾ വരെയും ഈ ഉണ്ടാകുന്ന യൂട്രസിൻ്റെ ലൈനിങ് പൊഴിഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ക്യാൻസറിൻ്റെ റിസ്ക് കുറയും. സോ അതിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ നമുക്ക് സ്പൈറോണോലാക്ടോൺ എന്ന് പറഞ്ഞൊരു മരുന്ന് അവൈലബിൾ ആണ്. അത് ടെസ്റ്റോസ്റ്ററോൺ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ടെസ്റ്റോസ്റ്ററോൺ കാരണം ഉണ്ടാകുന്ന പിമ്പിൾസും ഹെയർ ഗ്രോത്തും ഒക്കെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പ്രഗ്നൻസി വേണം, അതായത് ഫെർട്ടിലിറ്റി ആണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓവുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ്സ്. ഇതെല്ലാം നമ്മൾ ഈ ഡ്രഗ്സ് എല്ലാം ഞാൻ പറയുമ്പോഴും അത് നിങ്ങളുടെ ഒരു അറിവിനായിട്ട് പറയുന്നതാണ്. എപ്പോഴും ഒരു ഡോക്ടറിനെ കണ്ട് മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സോ നിങ്ങൾ
PCOD ഉണ്ടോ എന്ന് സംശയം തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക, ബ്ലഡ് വർക്ക്സ് ചെയ്യുക, സ്കാൻ എടുക്കുക, വേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഡയറ്റൊക്കെ നോക്കി എക്സസൈസൊക്കെ നോക്കി സ്ലീപ്പൊക്കെ റെഗുലേറ്റ് ചെയ്ത് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ്സ്, അതായത് ഷുഗർ, മൈദ, ഫ്രൈഡ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, മീറ്റ് ലിമിറ്റഡ്, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ PCOD ട്രീറ്റ് ചെയ്യാനും ഒരു വളരെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ ഷുഗർ, തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റിയും നമുക്ക് പോസിബിളാണ്, പ്രഗ്നൻസി പോസിബിളാണ്. സോ ഒരു ഡോക്ടറിനെ കണ്ട് ഡിസ്കസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്ത് ട്രീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കണ്ടീഷനാണ് PCOD. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ and please press that bell icon for my new videos. Thank you guys. Bye.